ക്ലിനിക്കിൽ തലവേദനയായിട്ട് വരുന്ന പേഷ്യൻസിൽ ഒട്ടുമിക്ക കേസുകൾ ഒന്നെങ്കിൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ മൈഗ്രെയിൻ ആണ് ആവല്. ഇന്ന് നമുക്ക് എന്താണ് സൈനസൈറ്റിസ്, എന്താണ് സൈനസൈറ്റിസിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ, എന്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ളതൊക്കെ നോക്കാം. ഞാൻ ഡോക്ടർ ലുലു ഖദീജ, RMO മെഡിസിനൽ ഹോമിയോപ്പതി, പെരിന്തൽമണ്ണ. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ സൈനസിൻ്റെ ഇൻഫെക്ഷൻ, അതാണ് പെർ വേർഡ് ബൈ വേർഡ് അതിൻ്റെ മീനിങ്. സൈനസിൻ്റെ ഇൻഫെക്ഷനാണ് സൈനസൈറ്റിസ്. അപ്പോൾ എന്താണ് സൈനസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൈനസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിൻ്റെ ഉള്ളിലുള്ള ചെറിയ എയർ ഫിൽഡ് ക്യാവിറ്റീസ്, തലയോട്ടിൻ്റെ എല്ലുകളുടെ ഉള്ളിലുള്ള അഥവാ വായു നിറഞ്ഞ ചെറിയ അറകളെയാണ് നമ്മൾ സൈനസുകൾ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് തലയോട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെറിയ അറകൾ എന്ന് വെച്ചാൽ അതിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ തലയോട്ടിയുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ ഹ്യൂമിഡിഫൈ ചെയ്യുക, അതായത് കുറച്ച് ഈർപ്പമുള്ളതാക്കുക, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ്, എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നതൊക്കെയാണ് ഈ സൈനസുകളുടെ ഫംഗ്ഷൻ. ഈ സൈനസിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. തലയോട്ടിൻ്റെ ഉള്ളിൽ മെയിൻലി 4 പെയർ ഓഫ് സൈനസുകളാണ് ഉള്ളത്. മെയിനായിട്ട് നമ്മുടെ നെറ്റിയുടെ മുകൾ ഭാഗത്തായിട്ട് 2 എണ്ണം, അത് ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയും. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയായിട്ട് മാക്സിലറി സൈനസ്, പിന്നെ 2 പെയേഴ്സ് പിന്നിലായിട്ട് തലയോട്ടിയുടെ പിൻഭാഗത്തായിട്ട് ഉണ്ട്, അതായത് എത്മോയിഡൽ ആൻഡ് സ്ഫിനോയിഡൽ. ഇതാണ് 4 മേജർ സൈനസുകൾ എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ ആണ് നമുക്ക് ഈ സൈനസൈറ്റിസും അതിനോടനുബന്ധിച്ചിട്ടുള്ള ലക്ഷണങ്ങളും വരുന്നത്. നമ്മുടെ ഈ സൈനസിൻ്റെ തന്നെ ഈ സൈനസുകൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സൈനസിൻ്റെ ചുറ്റുമായിട്ടുള്ള കോശങ്ങളിൽ നിന്ന് കുറച്ച് മ്യൂക്കസ് പുറപ്പെടുവിക്കുന്നുണ്ട് നോർമലായിട്ട് തന്നെ, അഥവാ കഫം. ഈ കഫത്തിൻ്റെ യൂസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നതൊക്കെ ഈ കഫത്തിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ഈ കഫം നോർമലി ഡ്രെയിൻ ചെയ്തിട്ട് നമ്മുടെ മൂക്കിലൂടെ വരുന്നതിന് ഈ സൈനസിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ഓപ്പണിംഗ് ക്ലോസ് ചെയ്യപ്പെടുമ്പോൾ ഈ ഉള്ളിലുള്ള കഫം അവിടെ കെട്ടിക്കിടന്ന് അതിൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഈ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഓപ്പണിംഗ് അടയുന്നത് എന്ന് നമുക്ക് നോക്കാം. റിക്കറൻ്റായിട്ട് വരുന്ന ജലദോഷം, അതായത് നമുക്ക് സാധാരണയായിട്ട് വരുന്ന റൈനോ വൈറസ് ഒക്കെ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന ജലദോഷം, അത് റിക്കറൻ്റായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അലർജി ഉള്ളവരിൽ, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ചെരിഞ്ഞിട്ടുള്ള പാലത്തിൽ ചെറിയൊരു വളവുണ്ടാവുക, അല്ലെങ്കിൽ ദശ ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ സ്മോക്ക് ചെയ്യുന്നവർ, വായു മലിനീകരണം കാരണം, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മൂക്കിലെ സൈനസിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ക്ലോസ്ഡ് ആവുകയും ഫർദർ ഒരു സൈനസൈറ്റിസ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആ ഒരു ഓപ്പണിംഗ് ക്ലോസ് ആവാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഇനി എന്താണ് ഈ സൈനസൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം എന്ന് നമുക്ക് നോക്കാം. സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലവേദനയല്ല. സൈനസൈറ്റിസിൻ്റെ ഒരു മേജർ സിംറ്റം, ഒരു പ്രധാന ലക്ഷണമാണ് തലവേദന. ഈ തലവേദനയ്ക്കും ചില സ്വഭാവങ്ങളുണ്ട്. സൈനസൈറ്റിസിൽ ഉണ്ടാകുന്ന തലവേദനയ്ക്കും ചില സ്വഭാവങ്ങളുണ്ട്. അതായത് മെയിനായിട്ട് നമുക്ക് പെയിന് വരുന്നത്, ഞാൻ ഈ സൈനസുകളുടെ ലൊക്കേഷൻ പറഞ്ഞല്ലോ, ഫ്രോണ്ടൽ സൈനസ്, മാക്സിലറി സൈനസ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കൂടുതൽ വേദനയും ടെൻഡർനെസ്സും പേഷ്യൻസ് നമ്മളോട് പറയും. അതേപോലെ മുഖത്തിന് കൂടുതലൊരു ഹെവിനെസ്, ഭയങ്കര ഒരു ഭാരം ഫീൽ ചെയ്യുക, തല താഴ്ത്തുമ്പോഴോ തല കുനിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു പെയിൻ ഫീൽ ചെയ്യുക. മെയിനായിട്ട് കണ്ണിൻ്റെ ചുറ്റും, നെറ്റിയുടെ ചുറ്റും, നമ്മുടെ ഐബ്രോസിൻ്റെ ചുറ്റുമൊക്കെ ആയിട്ടുള്ള വല്ലാതെ വരുന്നൊരു പെയിൻ, ചിലപ്പോൾ തലയുടെ പിന്നിലേക്കും ആ ഒരു പെയിൻ വരാം. ഇതോടൊപ്പം ടേസ്റ്റ് പോകുന്നത് അല്ലെങ്കിൽ സ്മെല്ല് പോകുന്നതൊക്കെ ഇതോടൊപ്പം നമ്മൾ പറയും. ഇതൊക്കെയാണ് ഈ തലവേദനയുടെ മെയിനായിട്ടുള്ള സ്വഭാവം. ഇതോടൊപ്പം വേറെയും സിംറ്റംസ് ഉണ്ടാവും. അതായത് മൂക്കടയുന്നത്, ആൾട്ടർനേറ്റ് ആയിട്ട് ഓരോ മൂക്കടയുക, സ്ഥിരമായിട്ട് തുമ്മൽ വരിക, മൂക്കിൽ നിന്ന് വരുന്നത് ഭയങ്കര കട്ടിയിലുള്ള കഫമായിരിക്കും മൂക്കിൽ നിന്ന് വരുന്നത്, നല്ല ഗ്രീനിഷ് അല്ലെങ്കിൽ പസ് നിറഞ്ഞ യെല്ലോയിഷ് കളറായിട്ടുള്ള ഡിസ്ചാർജ് മൂക്കിൽ നിന്ന് വരിക. ഒപ്പം രാവിലെ എഴുന്നേറ്റാലൊക്കെ തൊണ്ടയിലേക്ക് കഫം ഇറങ്ങുന്നത് പോലെ തോന്നുക, രാവിലെ എഴുന്നേറ്റാൽ കട്ടിയിൽ കഫം തൊണ്ടയിൽ ഉണ്ടാവുക. അതോടൊപ്പം നമുക്ക് ചെവി ചൊറിച്ചിൽ, ഇതൊക്കെ അലർജിയുടെ സിംറ്റംസ് ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പ്രധാന ലക്ഷണം തലവേദനയാണ്. ഇനി നമുക്ക് സൈനസൈറ്റിസ്, എക്യൂട്ട് സൈനസൈറ്റിസ് എന്നും പറയും, ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ട്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ എക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്നതാണ്. എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ കാരണം ആ ഇൻഫെക്ഷൻ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യുന്നതോടുകൂടെ ആ ഒരു എക്യൂട്ട് സൈനസൈറ്റിസിൻ്റെ സ്റ്റേജ് 1 or 2 വീക്സിൻ്റെ ഉള്ളിൽ അത് സബ്സൈഡ് ചെയ്ത് പോകും. ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസം പെർസിസ്റ്റ് ചെയ്യുന്നത്, പ്രൊലോങ് ചെയ്ത് നിൽക്കുന്നതിന് നമ്മൾ ക്രോണിക് സൈനസൈറ്റിസ് എന്നും പറയും.
ഇനി നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഡെയിലി റൂട്ടീനിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ നമുക്ക് ഈ സൈനസൈറ്റിസ് ഉള്ളവർക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു സമ്മർ സീസണിൽ സൈനസൈറ്റിസ് ഉണ്ടാവാൻ ടെൻഡൻസി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ തല വിയർത്തിട്ട് വന്നിട്ട് കുളിക്കുക. തല നന്നായി വിയർത്ത് പുറത്തുനിന്ന് വന്ന ഉടനെ നേരെ പോയി കുളിക്കാതിരിക്കുക. തലയിലെ വിയർപ്പൊന്ന് തുടച്ച് കളഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മാത്രം കുളിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സൈനസ് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തലയിൽ എണ്ണ തേച്ചതിന് ശേഷം നേരെ ഡയറക്റ്റ്ലി തല എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം ഡയറക്റ്റ് വെയിലത്തേക്ക് പോവുക, ഇതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ തണുത്ത ഭക്ഷണങ്ങൾ പരമാവധി നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. തണുത്ത ഫുഡ്, തണുത്ത ഡ്രിങ്ക്സ് ഒക്കെ ഈ സമ്മറിൽ കുടിക്കാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. അത് കുടിക്കുമ്പോൾ സൈനസൈറ്റിസ് ഓൾറെഡി ഉള്ളവർക്ക് അത് കൂടുതൽ വേഴ്സൺ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് സൈനസൈറ്റിസ് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു ചേഞ്ചസ് ആയിട്ട് നിങ്ങൾ വരുത്തേണ്ടത്. പിന്നെ ഫുഡിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള കുറച്ച് ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ അത് നിങ്ങളുടെ ഒരു ഇൻഫ്ലമേഷനും സൈനസിലുള്ള ഒരു ഇൻഫെക്ഷനൊക്കെ ഒന്ന് കുറക്കാൻ സഹായിക്കും. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, തേന്, പനിക്കൂർക്ക, ഇതൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അപ്പോൾ ഈ പനിക്കൂർക്കയിലെ നീരിൽ കുറച്ച് തേൻ ചാലിച്ചിട്ട് കുടിക്കുക. അതേപോലെ രാവിലെ എഴുന്നേറ്റുടനെ ഒരു ജിഞ്ചർ ടീ കുടിക്കുക. ഈ ജിഞ്ചറിന് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അപ്പോൾ ഒരു ഇൻഫ്ലമേഷനൊക്കെ രാവിലെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞു കിട്ടാനും ആ ഒരു കഫം വേഗം പോരാനും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അതോടൊപ്പം സൈനസൈറ്റിസ് ഉള്ളവർ ആവി പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആവി പിടിക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും തുളസിയുടെ ഇലയോ അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ ക്ലോവൊക്കെ ഇട്ടിട്ട്, ഗാർലിക്കിൻ്റെ ഒരു അല്ലിയിട്ട് കൂടുതൽ ഇല ഇട്ടിട്ട് ഒന്ന് ആവി പിടിക്കുന്നതൊക്കെ ഒരു കഫം ഇറങ്ങി വരാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഹോം റെമഡീസ് ആയിട്ട് അല്ലെങ്കിൽ ഹോം മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്തു പോകാവുന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ സിംറ്റംസിന് വലിയൊരു മാറ്റമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ആ ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് തന്നെ സൈനസൈറ്റിസിനുണ്ട്. അത് ഓരോരുത്തരുടെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തർക്ക് നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തലവേദനയുടെ ലക്ഷണങ്ങളും ബാക്കിയുള്ള നിങ്ങളുടെ സിംറ്റംസും എല്ലാം നോക്കി നിങ്ങളുടെ ശരീരഘടനയും നോക്കിയിട്ടാണ് നമ്മൾ ഹോമിയോയിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കാലിബൈക്ക്, നാട്രമ്യൂർ, സാങ്ക്യുനേരിയ എന്ന് പറഞ്ഞ ധാരാളം മെഡിസിൻസ് സൈനസൈറ്റിസിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഒരു ഡോക്ടറെ കാണുക, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന ഒരു സംഭവമാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സോ അല്ലെങ്കിൽ വിവരങ്ങളോ സൈനസൈറ്റിസിനെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്നുകിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.